എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ വർഷത്തിലത്തെ 2024 ആദ്യത്തെ ട്രിപ്പാണ്. അട്ടപ്പാടിയിലോട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അട്ടപ്പാടിയിലേക്കെന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ അട്ടപ്പാടിയിലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തടാകം റോഡ് വഴി ആനക്കട്ടി അങ്ങനെ പോയി ആ അട്ടപ്പാടി റോട്ടിൽ കൂടെയൊക്കെ ഒന്ന് പോയിട്ടുള്ള ഒരു എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഷോളയൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ വിൻഡ് മിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നരസിമുക്ക് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മളൊരു റൈഡ് പോവാം, ഒരു റോഡ് ട്രിപ്പ് പോവാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ്. നമ്മൾ എന്താ പറയുക, ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം എന്നുള്ള രീതിയിൽ പോയതാണ്. ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ പോകുന്ന റൂട്ടാണിത്. തടാകം വഴിയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് റോഡൊക്കെ നല്ല സൂപ്പർ റോഡാണ് കേട്ടോ. പിന്നെ എന്താണ്, നല്ല അപ്പുറത്തും ഇപ്പുറത്തും മരങ്ങളൊക്കെ ആയിട്ട് ഒരു കാട്ടിക്കൂടിയൊക്കെ പോകുന്നൊരു ഫീല് തരുന്നൊരു റോഡാണ്. അല്ലെങ്കിലും നമുക്ക് തമിഴ്നാട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ നല്ല രസമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കംഫർട്ടബിളാണ്, റോഡും ഭയങ്കര സൂപ്പർ ആയതുകൊണ്ട് തന്നെ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പോയതൊരു വനമേഖലയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ട് വേണം. അപ്പോൾ ആനയൊക്കെ വരാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു ആ റൂട്ടിൽ കൂടെ പോകുമ്പം. എന്നിട്ട് അങ്ങനെ പോയിട്ട് വേണം നമ്മൾ ഈ വിൻഡ് മിൽസിൻ്റെ അവിടെ എത്താനായിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമം തന്നെയാണ്. പാലക്കാട് ജില്ലയിലാണ് ഈ എന്താ പറയുക ഷോളയൂർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലമുള്ളത്. അപ്പം എന്താ പറയുക, ഈ കാറ്റാടികളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് നല്ലൊരു പ്ലേസാണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാനും അങ്ങനെയൊക്കെ പറ്റിയ സ്ഥലമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കാം ആൻഡ് കൂളായിട്ടുള്ള ഒരു സ്ഥലം, ക്ലൈമറ്റൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലം എന്നൊക്കെ പറയാം. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് എന്താ പറയുക, കാണാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലം. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നരസിമുക്ക് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ നരസിമുക്ക് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഏറ്റവും മലയുടെ മുകളിലാണ്. അപ്പോൾ നമ്മൾ ഈ നടന്ന് കയറണം മുകളിലേക്ക് കേട്ടോ. അതും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ വനത്തിൻ്റെ മേഖലയാണ്. പക്ഷെ നമുക്ക് പോയി അതിന് മുകളിലൊക്കെ പോയിട്ട് ആ വ്യൂ ഒക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഞങ്ങളൊരു 2 മണി ആ ഒരു സമയത്തൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ചും കൂടി ലേറ്റായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ആ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റിയേനെ. നമ്മൾ ശരിക്കും കുറേ മുകളിലേക്ക് കയറി ചെന്നിട്ടാണ് മുകളിലത്തെ വ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കുറേ നമ്മൾ മുകളിൽ കയറി ചെല്ലണം. പക്ഷെ നമുക്കിത് കാണുന്ന സമയത്ത് എന്താ പറയുക, അത്രയും മുകളിലാണ് നിൽക്കുന്നത് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നല്ല കുഴപ്പമില്ലാത്തൊരു വ്യൂ ഒക്കെയാണ്. പക്ഷേ എപ്പോഴും നരസിമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോൾ കുറച്ച് എന്താ പറയുക, വൈകുന്നേരങ്ങളിൽ പോകുന്നതാണ് നല്ലത്. പിന്നെ കുറേ അധികം ആളുകൾ അവിടെ വന്നിരിക്കുന്നുണ്ട്. എന്താ പറയുക, സംസാരിച്ചൊക്കെ ഇരിക്കാനായിട്ട് പറ്റിയൊരു നല്ല പ്ലേസാണ്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ വ്യൂ ആസ്വദിക്കാൻ വേണ്ടിയിട്ടും. എന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല രസമാണ് അവിടെ നിന്ന് മുകളിൽ നിന്നിട്ട് ഉള്ള ഒരു താഴത്തോട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്.